ഈ കാളരാത്രി നാടകം എന്ന് പറഞ്ഞാൽ ആ പേപ്പറിലുണ്ടായ സംഭവങ്ങൾ മാത്രമാണ് ആൻജനെ എഴുതി വെച്ചേക്കുന്നത്. നമ്മിത് പറയുമ്പോൾ നമുക്ക് കല്ല് വരുമോ അടി വരുമോ എന്ന് തോന്നും. അത്ര കറക്റ്റ് സാധനമാണ്. നമ്മുടെ കരുണാകരനെയൊക്കെ സ്റ്റേജിൽ കാണിക്കുകയാണ്. കരുണാകരൻ്റെ കട്ടനങ്ങൾ പോകുമ്പോൾ കയ്യടിയാണ്. ശരിക്കും കരുണാകരനെ പോലെ ഇരിക്കുന്ന ഒരാളായിരുന്നു എൻ.എസ്. എന്ന് പറഞ്ഞൊരു ചേട്ടൻ അഭിനയിച്ചത്. അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ പ്രായമായ ആളുകളെല്ലാവരും അതാത് പ്രായം അനുസരിച്ചുള്ള ആളുകൾ തന്നെയായിരുന്നു. അതായത് പഴയ നടന്മാരായിരുന്നേക്കാം. ഞാൻ ചെല്ലണ കൊല്ലമാണ് പിന്നെ ഈ മണവാളൻ ജോസഫും ശങ്കരാടിയൊക്കെ അവിടെ നിന്ന് പോരണത്. അത് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഞാൻ ചെല്ലണത്. അപ്പം അത്രയും ഉള്ള പ്രായമുള്ള ആളുകളൊക്കെയാണ് അവിടെ ഇരിക്കണം. ആ പുരുഷേട്ടൻ, എൻ.എസ്. പിന്നെ മറ്റേ കോവിവിള ഗോപാലകൃഷ്ണൻ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ആളുകൾ, പി.ആർ.ഡി. ബാബുച്ചേട്ടൻ, അവരെല്ലാവരും ഉള്ള ഒരു സമയമായിരുന്നു ആ നാടകം. നമുക്ക് ഈ നാടകം കളിക്കാൻ പോകുമ്പോൾ പേടിയായിരുന്നു. കാരണം അന്ന് എന്ത് ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്താണ്. ആലപ്പുഴയിലൊരു നാടകം അന്ന് തിയേറ്ററിൽ നാടകം കളിപ്പിക്കുമല്ലോ. അതായത് ഓല തിയേറ്ററിൽ, സി ക്ലാസ് തിയേറ്ററിൽ വ്യാഴാഴ്ച ദിവസം നാടകം നടത്തും, വെള്ളിയാഴ്ച സിനിമ മാറണം. അങ്ങനെ കുറേ തിയേറ്ററുകളുണ്ട്. അപ്പോൾ അങ്ങനെ ആലപ്പുഴയിലൊരു തിയേറ്ററിൽ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മൾ നാടകം കളിക്കുന്നത് ഇവിടെയാണ്. നാടകം കളിക്കാൻ നിൽക്കുന്നത് ഇവിടെ കാണാം. ജനം തിങ്ങി നിൽക്കണം. ഒരു സ്ഥലത്തോട്ടൊന്നും അനങ്ങാൻ പറ്റാത്ത സ്ഥലത്തിൽ നിൽക്കണം. ഈ നാടകത്തിന് അത്ര ആളിനെ പുറത്ത് വയ്ക്കണേ. തിയേറ്റർ നിറഞ്ഞിട്ട് അത്ര ആളുകൾ പുറത്ത് വയ്ക്കണേ. പുറത്ത് വയ്ക്കണ ആൾക്കാരില്ലേ വീറും ഭാഷയായിട്ട് നിൽക്കണം. നമ്മൾ ഒന്നാമത്തെ ആലപ്പുഴ അറിയാമല്ലോ, നമുക്കറിയാമല്ലോ, ഏകദേശം ഒരു രൂപയുള്ള സ്ഥലമുള്ളൂ. നാടകം കളിക്കാൻ പോലും കളിപ്പിക്കുമല്ലോ വരെയൊക്കെ. എന്നിട്ട് ഇവരവിടെ പുറത്ത് നിൽക്കണം. നമ്മൾ നാടകം ഈ ആളുകൾ ഇറങ്ങുന്നില്ലേ, അത്ര ആളുകൾ കയറണ ഇടിച്ച് നമ്മൾ സിനിമ കയറുന്ന പോലെ. എന്നിട്ട് പറഞ്ഞാൽ നാടകം നടത്തണമെന്ന് പറഞ്ഞാൽ നാടകം നടത്തണമെന്ന് പറഞ്ഞാൽ പിന്നെ നാടകം കളിച്ച് അങ്ങനെ ഭീകരമായൊരു കാലഘട്ടം വരുന്നത്. ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അതൊക്കെ മറക്കാൻ പറ്റില്ല. അത്രയും ചങ്കൂറ്റുള്ളൊരു എഴുത്തുകാരും ഇല്ലട്ടാ അങ്ങനെ എഴുതി വെക്കാനായിട്ടേ. ഇന്നത് ഇത്രയും ദിവസത്തെ പേപ്പർ എടുത്തേ, മേരി ആ പേപ്പർ എടുത്തേ, ഈ പേപ്പർ എടുത്ത്. പേപ്പറൊന്നും വെക്കാനോ എടുക്കാനോ വേണ്ടില്ല, മുറി നിറച്ച് പേപ്പർ എടുപ്പിക്കലാണ് ആ ദിവസത്തെ. അതിന് ചേച്ചി എല്ലാം കറക്റ്റ് വെച്ചക്കടെ എല്ലാം എടുക്കാനായിട്ട്. പേടിയൊരു പേപ്പർ കളയാണ്. അങ്ങനെ ഇന്ന കൊല്ലത്തെ ഇന്ന പേപ്പർ എടുക്കുന്ന പറയാം. ആ പേപ്പറിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ച വാർത്തകളാണ് എഴുതിയിരുന്ന് വെച്ചത്. അങ്ങനത്തെ ഒരു നാടകമായിരുന്നു കാളരാത്രി. അതൊക്കെ ഒരു ഭയങ്കര അനുഭവമാണ്. അന്ന് വിജയനെ അഭിനയിക്കുന്നില്ല കേട്ടോ. അതിൽ അനുജൻ്റെ അഭിനയിക്കണില്ല, തിലകഞ്ചേട്ടനാണ് അഭിനയിക്കുന്നത്. തിലകഞ്ചേട്ടൻ ഷമ്മിയുടെ തന്നെ ഡയലോഗും പറയട്ടെ. ആദ്യത്തെ അവൻ ചോദിക്കുന്ന ഡയലോഗ് പിന്നെ ഈ ചിത്രകാരനാണ് തിലകഞ്ചേട്ടൻ. ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്ന നേരത്ത് ഇവനവിടെ വഴിയിൽ അരിയത്തിരുന്ന് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണേ. കൊച്ചാവൻ ഇത്രേ ഉള്ളൂ. എന്നിട്ട് മാമ ഈ എന്ന് വെച്ചാൽ എന്തുവാ, അതാണ് അവൻ്റെ ഡയലോഗ്. തൊട്ടക്കട നാടകം എവിടുന്ന്. അപ്പം മോന് ഈ ഭാഷ എവിടെ നിന്ന് കിട്ടി? അതെ, ഞാൻ വെള്ളക്കൊണ്ട് പന്ത് വിളിച്ചിട്ട് ഒരു പോലീസുകാരൻ എന്നെ വിളിച്ചായിരുന്നു. തല്ലുവെള്ളം വല്ലതും വേണം, അതായിരുന്നു പിജാനിൽ. അങ്ങനത്തെ ഒരു കാലത്ത് അതൊക്കെ ചെയ്യാൻ പറ്റിയാലും അതിന് സന്തോഷം. പിന്നെ ഞാൻ തിലകഞ്ചേട്ടനായിട്ട് 5 വർഷത്തോളം ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ തിലകഞ്ചേട്ടനായിട്ടേ അവൾ പിജാൻ്റെ അടുത്ത് പോകുന്ന കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കലാശാല ബാബുചേട്ടനോട് ഈ നാടകം കളിക്കണം. അപ്പം തിലകഞ്ചേട്ടൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പൗലിനെ വിളിച്ചാൽ മതി എന്ന് പറയും. അപ്പം അതിന് മുൻപേ തന്നെ അവർ താളവട്ടം സുരാസുവിൻ്റെ നാടകം കളിച്ചുകൊണ്ടിരിക്കണായിരുന്നു. ആദ്യത്തെ നാടകം അതായിരുന്നു. അപ്പോൾ ആ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോറ്റാനിക്കരയിലുള്ളൊരു രുക്മിണി ചേച്ചിയായിരുന്നു അത് അഭിനയിച്ചതെന്ന് വെച്ചാൽ റോള്. ഈ ബാബുചേട്ടൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കണം. അപ്പോൾ അപ്പോൾ അത് നാടകം എറണാകുളം ഫൈനാൻസ് അന്ന് ടിക്കറ്റ് പ്രോഗ്രാമാണല്ലോ കൂടുതൽ, ഫൈനാൻസ് കളികളാണല്ലോ. എറണാകുളം ഫൈനാൻസ് കളിൽ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്മ കെട്ടിത്തൂങ്ങി എന്നാണ് പറയേണ്ട ഡയലോഗ്. പത്മ തൂങ്ങിക്കെട്ടി എന്നായിപ്പോയി. ലാസ്റ്റ് സീനാ സഹിക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം തന്നെ കളഞ്ഞു. ചേച്ചിനെ കളഞ്ഞ്. എന്നിട്ട് എന്നെ വിളിക്കാൻ വന്നേക്കണേ. ഞാനന്ന് പ്രസവിച്ചിട്ട് 3 മാസമായിട്ടുള്ളൂ. എനിക്ക് നടക്കാൻ പോലും ജീവനില്ല. എനിക്ക് പറന്നു പോകും. അതുപോലെ അത്രയും മെനകേടായി നിൽക്കുന്നത്. ആ സമയത്താണ് എന്നെ വിളിക്കാനായിട്ട് വരുന്നത്. എന്നിട്ടാണ് ഇന്ന് തന്നെ വന്നു പറഞ്ഞു നാടകം കളിക്കാനായിട്ട്. ഇന്ന് തന്നെ വന്നു. ഞാൻ പേടിച്ച് ദൈവമേ ഇത് എന്ത് ഇങ്ങനെ ഇവരുടെ കൂടെയൊക്കെ അല്ലേ, അതൊന്നും നമുക്ക് ശേഷിയില്ല, ഒരു ആരോഗ്യമില്ല എന്ന്. അങ്ങനെ അതൊക്കെ മതി, നീ വാന്ന് പറഞ്ഞു വിളിച്ചോണ്ട് പോയി. അങ്ങനെ പിന്നെ ആ നാടകം ഞാൻ പകുതി ഞാനാണ് കളിച്ചത്. ആ നാടകം കഴിഞ്ഞതിന് ശേഷം പിന്നെ എടുത്ത നാടകം സോഷ്യലിസം. അപ്പോൾ പിന്നെ പിജാനിൻ്റെ നാടകം ചെയ്തുകൊണ്ട് പോകേണ്ട ഉള്ള ഒരു അവിടെ തന്നെ. പിന്നെ നമുക്ക് പറ്റാത്ത വേഷമാണെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം വേറെ സമിതിയിൽ പോവാം. പിന്നെ കാശ് കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ സമിതിയിൽ പോവാം. പിന്നെ നമ്മളെ കൂടുതൽ ഫേമസ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ടി വേഷം ചെയ്തിട്ട് കഥാകൃത്ത് പറയും, പിന്നെ ആൾ വിളിച്ചാൽ അത് ഓക്കെ ആയിരിക്കും, അങ്ങനെ വിളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ മാറി സമിതികളിലേക്ക് പോണത്. അങ്ങനെ ഒരു മൈത്രിയിൽ 3 വർഷം ഉണ്ടായിരുന്നു. മൈത്രിയിലെ നാടകങ്ങളെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്പിരിറ്റുള്ള നാടകങ്ങളാണ്. കയ്യടിയാണ്, ഡയലോഗ് കഴിയാൽ ഇപ്പോൾ കയ്യടിയാണ് ഓഡിയൻസ്. അങ്ങനത്തെ വീറും ഭാഷയുള്ള ഡയലോഗ്. അത് ചേറുൽപ്പാടിൻ്റെ ഒരു പ്രത്യേക കഴിവായിരുന്നു കേട്ടോ.
അങ്ങനെ പിന്നെ നമുക്ക് പാർട്ടി ആണെന്ന് പറഞ്ഞാൽ വിചാരിച്ചേണ്ട അവിടെ ചെന്നോടുകൂടി ഈ പാർട്ടിയുടെ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഏകദേശം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നല്ലൊരു അനുഭവങ്ങളായിരുന്നു. തിലഞ്ചേട്ടനെ പിന്നെ ഞാനൊരു സീരിയൽ വന്നപ്പോൾ കണ്ടത്, സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അങ്ങനെ മാം നേരത്തെ ഒരു ഇന്ററാക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് തിയേറ്ററിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന പൈസയും കൊണ്ട് അടുത്ത ദിവസം സിനിമ ആണെന്ന് ആളാന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമ എന്ന് പറയുമ്പോൾ ഭ്രാന്താണ്. സിനിമക്കാരെന്ന് കാണുമ്പോൾ തന്നെ ഞാൻ KSRTCയുടെ ഒരു നാടക മത്സരം ഉണ്ടായിരുന്നു. അന്ന് ഈ ക്ലബ്ബ് ഈ കമ്പനികളൊക്കെ നാടക മത്സരം നടത്തും. തിരുവനന്തപുരത്തായിരിക്കും അതിൻ്റെ അത്. അങ്ങനെ കാർത്തിക് ഓഡിറ്റോറിയത്തിലായിരുന്നു ആ നാടകം കളിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പം ഈ ചേച്ചി ഉണ്ട് കേട്ടോ, അന്ന് കമല ചേച്ചി ഉണ്ട്. കമല ചേച്ചി ഞാനും ഉള്ള ഒരു നാടകം ഇടുന്നു, ചുവന്ന ചക്രവാളം എന്ന് പറഞ്ഞൊരു നാടകം. ജലീൽ എന്ന് പറഞ്ഞ ഒരാളുടെ പാലാരിവട്ടത്തുള്ള ഒരാളായിരുന്നു. ആ നാടകം അന്ന് എനിക്ക് ഇഷ്ടംപോലെ നാടകങ്ങൾ, ഒറ്റ നാടകങ്ങൾ കളിക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, ഞാൻ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞു തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ പോയിട്ടൊന്നുമില്ല, തിരുവനന്തപുരം എന്താണെന്ന് കൂടി കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ ഇനി നല്ല ധൈര്യം ഇരുന്നു കേട്ടോ, എവിടെയും ചോദിച്ച് പറഞ്ഞ് പോകാമെന്നുള്ള. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി ചെല്ലണേന. ഇവരിതൊക്കെ തലേദിവസം പോയി. KSRTC കയറി ഇരുന്നാൽ മതി, അവർ തിരുവനന്തപുരത്തുകൊണ്ട് ഇറക്കിക്കോളൂ എന്ന് പറഞ്ഞു. ആ മതി ഇന്ന് ഞാൻ വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഇന്നൊക്കെ ഇടയ്ക്ക് പോകാൻ പറ്റില്ല കേട്ടോ, ആരെങ്കിലും പിടിച്ചിട്ട് പോകും. പക്ഷെ ഇന്ന് അന്ന് അങ്ങനെ ആരും ഓടിച്ചിട്ട് പിടിക്കേണ്ട പരിപാടിയില്ല. അതുകൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട്. പിന്നെ ഞാൻ അവിടെ ചെന്നേക്കാന്ന് പറഞ്ഞ സ്ഥലത്ത് സ്പോട്ടിൽ ആൾ നിൽക്കണമെന്ന് പറയും. ഞാൻ വരുമ്പോൾ ഇന്ന സ്പോട്ടിൽ അവിടെ ആളുണ്ടാവണം കേട്ടോ, കണ്ടില്ല ഞാൻ പോകുന്ന ആളെ വിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ പല സ്ഥലത്തൊന്നും ഞാൻ തിരിച്ചു വന്നു കളഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ വേറെ ദിവസം റിഹേഴ്സൽ നോക്കും. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ അവിടെ ചെന്ന് ഇവിടെ നാടൻ കഴിഞ്ഞ് ഇറങ്ങണല്ലേ, തിരുവനന്തപുരം വരെ ഉറങ്ങി. അവിടെ ചെന്ന് തിരുവനന്തപുരം വരെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നിന്നപ്പോൾ അപ്പം തന്നെ ആൾ വന്ന് അങ്ങനെ പോയി. ആ നാടകം കളിച്ചിട്ട് 4 കാലഘട്ടം കാണിക്കുന്നുണ്ട്. അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ, പിന്നെ കല്യാണം കഴിച്ച്, പിന്നെ പ്രസവിച്ച്, കൊച്ചു വലുതായി, അത്ര കാലഘട്ടം കാണിക്കുന്ന ഒരു നാടകമായിരുന്നു. അങ്ങനെ എനിക്കായിരുന്നു അന്നത്തെ ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയത്. ചേച്ചിക്ക് ഭയങ്കര ഫീൽ ചെയ്തത് എന്ന് പറഞ്ഞാൽ ചേച്ചിയാണ് എവിടെ ചെന്നാലും കിട്ടുള്ളൂ. അങ്ങനെ ഇക്കുന്ന സമയത്ത് ചേരി എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായി, കൊച്ചിൻ ഹനീഫയൊക്കെ അഭിനയിച്ചിട്ടുള്ള നാടകമാണത്. ആ നാടകത്തിലൊരു കുറവത്തിന്ന് അങ്ങനെ എന്തോ ഒരു കഥാപാത്രം ചേച്ചി ചെയ്യുന്നുണ്ട്. അതവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് നാടകം. അത് കഴിഞ്ഞിട്ടാണ് ഈ നാടകം കളിക്കണത്. അങ്ങനെ എനിക്കങ്ങടി രസമായി പോയി. ചേച്ചിക്ക് കിട്ടാതെ എനിക്ക് കിട്ടി, ഞാനാരാണ് ചേച്ചിയുടെ അടുത്ത് എന്നെങ്ങനെ നിൽക്കുക. പക്ഷേ അവർ അനൗൺസ് ചെയ്തു, അവർക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ അവർ 4 കാലഘട്ടം കാണിച്ചത് അതിഗംഭീരമായിട്ട് ചെയ്ത്. പിന്നെ ചേച്ചിക്ക് കിട്ടാഞ്ഞത്, ചേച്ചി മറ്റേ നാടകം ചെയ്ത അതേ റേഞ്ച് തന്നെയാണ്, അതേപോലെ തന്നെയാണ് അഭിനയം വന്നത്. അതുകൊണ്ടാണ് ചേച്ചിക്ക് കിട്ടാതിരുന്നത് എന്ന് പറഞ്ഞു. പിന്നീട് എനിക്കൊരു ആശ്വാസം ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നാടകങ്ങൾ, അങ്ങനെ കുറേ മത്സരങ്ങളൊക്കെ ഇട്ടു. ഞാൻ എന്താ പറഞ്ഞു വന്നത്, ഫിലിമിലോട്ടുള്ള അത്രയും ഇഷ്ടമുള്ള ഒരാള്, ഫിലിം എന്ന് പറഞ്ഞാൽ അത്രയും ക്രേസ് ഉള്ള ഒരാൾ ഇത്രയും ഡിലേ ആയതിന്റെ റീസൺ എന്താണ്? സിനിമയിലേക്ക് വരാൻ, നമ്മൾ സിനിമയിലേക്ക് വരാനെന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയെന്ന് പറഞ്ഞൊരു സിനിമക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അന്നത്തെ സിനിമക്ക് എനിക്ക് പ്രൈസ് തന്നത് ആറന്മുളപ്പൊന്നമായിരുന്നു. ആറന്മുളപ്പൊന്നം എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചപ്പോൾ എനിക്ക് കുളിര് വരി. കാരണം എന്ന് പറഞ്ഞാൽ ഈ സിനിമക്കാരോടുള്ള ഭ്രമമായി. അപ്പോൾ അത്ര ഇഷ്ടമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ രാജമിതേൻ്റെ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ പറയും രാജേട്ടൻ സിനിമയിലേക്ക് ചെന്നപ്പോഴാണ് ഞങ്ങൾ ഈ അച്ചാമുറച്ചാൻ കളിക്കണത്. അപ്പോൾ ഞാൻ രാജേട്ടന് പറയും, സിനിമക്കാരെയൊക്കെ കൊണ്ടുവന്നോട്ട് രാജേട്ടൻ അവരെയൊക്കെ ഒന്ന് കാണാനെന്ന് പറഞ്ഞു. സായങ്കുമാറിനെയാണ് ആദ്യം കൊണ്ടുവന്നിട്ട്, അതല്ല ചോക്ലേറ്റ് പോലും ഇരിക്കണേ കാണാൻ. അപ്പോൾ ഞാൻ ജനലിൽ കൂടി എത്തി നോക്കണേ. നമുക്ക് നാടകത്തിൻ്റെ ടൈം കഴിഞ്ഞാൽ പിന്നെ പ്രവേശനമില്ല അവിടെ, മുറിയിലായാൽ പിന്നെ അവിടെ തന്നെ അങ്ങനെ സ്ട്രിക്റ്റ് ഉണ്ടെന്നൊക്കെ. അങ്ങനെ ഞാൻ ഈ ജനലിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ നോക്കി. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പരിപാടിക്ക് ഇവർ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനിത് പറഞ്ഞു, അവർ ചോക്ലേറ്റ് പോലെ ഇരിക്കണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോഴും ചോക്ലേറ്റ് അല്ലേ, ഞാൻ പറഞ്ഞു ചോക്ലേറ്റാണ്, അലിഞ്ഞു പോയെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം അങ്ങനെ അപ്പം ഈ സിനിമയിലേക്ക് വരാൻ നമുക്ക് അങ്ങനെ മോഹമൊന്നുമില്ല, നേരമില്ല, കുടുംബത്തിൻ്റെ പ്രാരാബ്ദം ഇതൊക്കെ വെച്ചിട്ടാണ് ഈ പോണതല്ല. ആരും നോക്കാൻ സഹായിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. കൊച്ചുങ്ങൾ വലുതായി വന്നവരും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട്. അപ്പം ഞാൻ പുള്ളിനോട് പറഞ്ഞേ, ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ താൻ, ഇങ്ങനെ രണ്ടുപേരും ആരെങ്കിലും കലാരംഗത്തെ നമുക്ക് ജീവിക്കാനുള്ള മാർഗ്ഗമുള്ളൂ, അതുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു ഇത് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് എന്നേലും നല്ലത് പൗളി തന്നെ പോകണതാണെന്ന് പറഞ്ഞു. എൻ്റെ റേഞ്ച് അയാൾക്കറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് താൻ തന്നെ പോയാൽ മതിയോടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പ്രൊഫഷനിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ നമുക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നുമില്ല. ഞാൻ നാടകം കഴിഞ്ഞ് വന്നാൽ ഒരു നാണയം മേടിക്കും, ഒരു സിനിമയും കാണും. അതെൻ്റെ ഒരു തീരുമാനമാണ്. അപ്പോൾ നാണയം മേടിച്ചിട്ട് ഞാൻ വരുള്ളൂ. സിനിമക്കാരെ പടമൊക്കെ കാണാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് തന്നെ പോകും സിനിമക്ക്. പോയിൻ റെഡി 2 മണിക്ക് വീട്ടിൽ പാത്രം കഴിയണമെങ്കിൽ 2:30 മണിക്ക് ഞാൻ തിയേറ്ററിലെത്തും. അത്ര സ്പീഡാണ് തരും സിനിമ. അങ്ങനെ എല്ലാവരും അത് ഇന്നും അതേട്ടാ, സിനിമ എപ്പോഴും വേഗം കാണും. അങ്ങനെയൊക്കെ
അപ്പം അതുകൊണ്ട് നമുക്ക് നാടകത്തിൽ സിനിമയിലേക്ക് വരണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് ഇഷ്ടം പോലെ നാടകമുണ്ട്, ഒന്നിനും ബുദ്ധിമുട്ടില്ല. പിന്നെ അങ്ങനെ വന്നാൽ നമ്മളെ കൊണ്ടുനടക്കാൻ ഒരാളില്ല. വിവരവും വിദ്യാഭ്യാസമുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സിനിമ ഫീൽഡിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ ഒരു ധാരണയാണ്. ആരും പറഞ്ഞു തന്നല്ല. അപ്പോൾ നമ്മൾ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ വല്ല വലയത്തിലേക്കാണ് വീഴണമെന്നുണ്ടെങ്കിൽ പിന്നെ വീഴാതിരുന്നതിനും കാരണമുണ്ട്. നമ്മൾ ഇവിടെ ഒരാളെ സ്നേഹിച്ച് വെച്ചേക്കണല്ല. അപ്പോൾ പിന്നെ നമ്മൾ വേറൊരു രീതിയിൽ ചെന്ന് വീഴാതിരിക്കാനും കൂടിയാണ് ഞാൻ പോകാതിരുന്നത്. എന്നെ 2 പേര് വന്ന് എൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ചോദിച്ചു വന്ന് ഞാനേ കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, താൻ എന്നെ സഹായിക്കണ്ട, ഞാൻ എൻ്റെ സഹായം ഞാൻ തന്നെ ചെയ്തോളാം, എനിക്ക് പോകാൻ തോന്നുമ്പോൾ ഞാൻ പോയിക്കോളാം, വേണ്ട സിനിമയിലൊന്നും ഞാൻ വിളിക്കില്ലെന്ന് പറഞ്ഞു. ഫോട്ടോ കൊടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല. പിന്നെ 2 സിനിമയ്ക്ക് എന്നെ വിളിച്ച്, ഉത്സവം എന്ന് പറഞ്ഞിട്ടൊരു സിനിമക്കും രാസലീല എന്ന് പറഞ്ഞൊരു സിനിമക്കും. ആ ഒരു കൊയ്ത്തുണ്ട് അവിടെ, അയലും വേടത്തെ പെണ്ണ എന്ന് പറഞ്ഞൊരു കൊയ്ത്തിൻ്റെ സീനുണ്ട് കമലഹാസൻ ചെയ്യണം. അപ്പോൾ അതിൽ ഒരു പെണ്ണിൻ്റെ വേറൊരു സീനുണ്ട്, അത് അഭിനയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചാൽ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഞാനില്ല, എനിക്ക് ഒന്നാമത്തെ കൊണ്ടുനടക്കാൻ എന്നെ കൊടുക്കാൻ ആരെങ്കിലും ഇല്ല, എല്ലാവരും എല്ലാം പിടിച്ച് ചെയ്ത് നമുക്കറിയാൻ പറ്റില്ല തിരിച്ച്. അവർ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ തോറ്റു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വേണ്ട, അങ്ങനെ സംഭവമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ ഞാൻ ശരിക്കും പേടിയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽഡിലേക്ക് പോയാൽ എന്താകും, സിനിമയുടെ രീതി എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ നാടകത്തിൽ തന്നെ സജീവമായിട്ട് നിന്നിട്ട് ആരും അങ്ങനെ ഒരു എൻട്രിക്ക് വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി തരുമോ അല്ലെങ്കിൽ കൊണ്ടുപോകാനുള്ള ഒരു മനസ്സാരും കാണിക്കുമോ, അങ്ങനെയൊന്നും ചെയ്തില്ല? ഒന്നുമില്ല. നാടകത്തിൽ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ നാടകത്തിൻ്റെ അകത്തെന്ന് പറഞ്ഞൊരു ഗുണമുള്ള എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാടകത്തിലുള്ള എല്ലാം ചെറുപ്പക്കാരാണ്, പല രീതിയിലുള്ള ആളുകളാണ്. ഏതെങ്കിലും ഒരുത്തും നമ്മൾ തെണ്ടിത്തരം കാണിച്ചാൽ നമുക്കത് പ്രതികരിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം ഒന്നില്ലെങ്കിൽ അവനെ മാറ്റും അല്ലെങ്കിൽ നമ്മളെ മാറ്റും. അങ്ങനെ നമ്മളിപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരാൾ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഇപ്പോൾ പ്രേമത്തിന് ഞാൻ ഒരിക്കലും സൈഡ് നിൽക്കാറില്ലാക്കും. ഈ നടനെ നടിയൊക്കെ ലൗസിനും അഭിനയിക്കോ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പ്രേമവും പകുതി നാടകം നല്ല ഹിറ്റായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും പ്രേമം, നാടകം പൊളിയോ അതോടുകൂടി. അപ്പം ഞാൻ അതിൻ്റെ മുതലാളിനോട് ഞാൻ പറയും, ഇത് നാടകം നല്ലോണം നടക്കണമെന്നല്ല, ഇതിലും ഇറങ്ങുന്നതിന് കളയണ്ടോട്ടാന്ന് പറയും. ഞാൻ നേരിട്ട് പറയും. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരെണ്ണത്തിനെ തട്ടും, വേറെ ആളെ വിളിക്കും, അപ്പോൾ പരിപാടി കഴിഞ്ഞില്ലേ. അപ്പം നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഈ കോപ്രായം കഴിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിലായിരിക്കും ജ്വരം. പ്രേമം എന്ന് പറഞ്ഞ സാധനമൊന്നുമല്ല, തോന്നിപ്പോയാൽ പിന്നെ അത് അലമ്പായി. അപ്പോൾ നാടകത്തിന് അത് മോശമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മുതലാളിനെ അറിയിക്കും. അപ്പോൾ അറിയിക്കും, ഒരു പണി കൊടുക്കും. അപ്പം പണി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏയ് ശത്രുത ഇത് അറിയാത്തല്ലേ കേട്ടോ. ശത്രുതയൊന്നുമില്ല, എല്ലാവരും ഇപ്പോഴും കാണുമ്പോൾ പൗളി എന്ന് പറഞ്ഞിട്ട് ചാകയല്ലേ. അവരുടെ ഇപ്പം ആരോടൊക്കെ അറിയാൻ പറ്റില്ല, ഇപ്പൊ മനസ്സിലാവും. പക്ഷെ ഇത് ഇന്ത്യൻ എക്സ്പ്രസ് അല്ലേ, അവരൊന്നും വായിക്കാൻ സാധ്യതയില്ല. മാത്രമല്ല ഈ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ പോയി, കുറേ പോയി. നമ്മളിപ്പോൾ ഇങ്ങനെ ചെന്ന് പെട്ടതുകൊണ്ടൊക്കെ ഇങ്ങനെ ലെവലിൽ നിൽക്കണം മാത്രമേ. പക്ഷെ നന്മ ചെയ്താൽ നന്മ കിട്ടും അല്ലേ, അങ്ങനെയാണ് എൻ്റെ പോളിസി. കാരണം ഈ എല്ലാത്തിനും എൻ്റെ തൊട്ട് കിഴക്കലൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാൻ എന്ന് നാടകത്തിന് പോയി വന്നാലും ഒരു ചിരി ഉണ്ട് അവർക്ക്. ഇങ്ങനെ ഇവള് അങ്ങനത്തെ ഒരു ഭാഷയിലുള്ളൊരു ചിരി ഉണ്ടാകും. ആ ചിരി അവർക്ക് അതൊരു ചിരി അവരുടെ ജീവിതത്തിൽ ഭയങ്കര വിഷമത ഉണ്ടാക്കി. കാരണം 3 പെൺമക്കളുണ്ടായി, 3 പേരും താനതീനെ പോയി. അപ്പോൾ ഒരു ദിവസം എന്നെ പരസ്യമായിട്ട് പറഞ്ഞു, നാടകത്തിനോടൊന്നും പറഞ്ഞ് ഇറങ്ങോള് എന്ന് പറഞ്ഞ് ഒന്ന് കൊടുത്തു. നിസ്സാരമായിട്ട് ഒരടി അങ്ങോട്ട് കൊടുത്തേ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ഇത്രയും ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട് ഓടി നടന്ന് 10:30 ബോട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ ഇരുന്നു നേരം വെളുത്ത് 5 മണിയുടെ ബോട്ട് വരെ അവിടെ ഇരിക്കുകയാണ് ചെട്ടിയിൽ. അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീട്ടിൽ ചെന്ന് മുറ്റമടിച്ച് വെള്ളം കോരി ഒറ്റ മറിച്ച് ചെയ്ത് കഞ്ഞിയൊക്കെ എടുത്ത് ചോറ് അടച്ച് ഓരോരുത്തരൊക്കെ വെച്ച് നമ്മുടെ ചോറ് കയ്യെ പിടിച്ചിട്ടുണ്ടാ പോകണം, വണ്ടിയിലിരുന്ന് തിന്നുള്ളൂ. അത്ര സമയമില്ല നമുക്ക്. ചേർത്തലയിലൊക്കെ ചെല്ലണമെങ്കിൽ ഇവിടെ നിന്ന് 2 മണിക്ക് വണ്ടി വിടണമെന്ന് പറയുമ്പോൾ ഞാൻ അതിനാ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ടാണ് നേരം വിളിപ്പിച്ച് ഇവിടെ വന്നത്. ഫസ്റ്റ് ബോട്ട് കിട്ടത്തക്ക വിധത്തിലൊന്നും പാലുമില്ല. ഫസ്റ്റ് ബോട്ട് കിട്ടുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു 3-6 വണ്ടിയുണ്ട് ചേർത്തല സ്റ്റാൻഡിലിരിക്കുമ്പോൾ അവിടെ വർക്ക്ഷോപ്പിലുള്ള ആൾക്കാർ ചായ പിടിക്കാൻ പോകുമ്പോൾ എനിക്ക് ചായ പിടിച്ച് തരും എന്ന് പറഞ്ഞാൽ ഈ ഉറക്കണമെന്നുള്ള ഇരിപ്പല്ലേ. അങ്ങനെ അത്രയും സുഹൃത്ത് ബന്ധങ്ങളുണ്ടായി. ഈ രാജേട്ടൻ്റെ ട്രൂപ്പിലായിരുന്നതുകൊണ്ട് അവിടെയുള്ള തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ, അവരായിട്ടൊക്കെ ഞാൻ ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ രാജേട്ടൻ അവർ പറയുമായിരുന്നു, ഇപ്പോൾ വന്നേക്കുന്ന ആൾ അടിപൊളിയായിട്ടോ എന്ന് പറയും, ഞങ്ങളുടെ കൂടെ വന്നിട്ട്. അപ്പം ഞാൻ അവരിരിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ പോയിരിക്കും. പകലാണെങ്കിൽ ഈ തൊഴിലാളികളും പിന്നെ CIT-കാരില്ലേ അവരുടെ അടുത്ത് പോയിരിക്കും വർത്താനം പറഞ്ഞ്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചെല്ലണ സ്ഥലം ക്ലിയർ ആക്കി എപ്പോഴും നിർത്തും. പിന്നെ അങ്കമാലിൽ ഇറങ്ങും. ആലമൂടിൻ്റെ ട്രൂപ്പിൽ ഞാൻ 2-3 വർഷം ഉണ്ടായി. അപ്പോൾ ആലമൂടൻ വണ്ടി പെരുമ്പാവൂർ ഇത് കട്ട് ചെയ്ത് ചങ്ങനാശ്ശേരിക്ക് പോകും. അപ്പോൾ ഞാനെന്ത് ചെയ്യും,
അങ്കമാലിയിൽ ഇറങ്ങും. സ്റ്റാൻഡിൽ ഇരിക്കാൻ കൊള്ളില്ല മെനയുടെ. അതിന് ഞാൻ അവിടെ ഒരു വലിയമ്മയും ഒരു മോനും കൂടി ഒരു തട്ടുകട നടത്തുന്നുണ്ട്. ആ തട്ടുകടക്കാരുടെ കൂടെ കൂടും. എന്നിട്ട് കാശൊക്കെ വെളിച്ചിടാനും ഒക്കെ സഹായിച്ചൊക്കെ കൊടുത്ത് അവിടെ നേരം ഒരു പരവര വെളുപ്പാകുമ്പോൾ അവിടെ നിന്ന് വണ്ടി കയറി പറവൂർ നേരെ വീട്ടിലോട്ട് പോകും. അങ്ങനെയുള്ള ഒക്കെ നമുക്ക് ഒരു അന്നൊരു പവറാണ് അതിനൊക്കെ ചെയ്യാനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനെ കെട്ടിപ്പിടുത്ത് കൊണ്ടുപോകണമെന്നുള്ള ഒരു ഇതുകൊണ്ട് നമ്മളങ്ങനെ സ്ട്രോങ് ആയിരുന്നു.